നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് 6 വിവിധ കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ്. അതിനകത്ത് നമ്മുടെ കേരളം ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്ക് ആയിട്ടുള്ള ധനലക്ഷ്മി ബാങ്കിലേക്ക് ഡിഗ്രിക്കാരുടെയും PGക്കാരുടെയും ഒക്കെ ഫ്രഷേഴ്സ് ഉൾപ്പെടെ അപേക്ഷിക്കാവുന്ന, ജൂനിയർ ഓഫീസർ മുതൽ അസിസ്റ്റന്റ് മാനേജർ വരെയുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൂടാതെ ആമസോണിലേക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന അവസരങ്ങൾ, അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രമുഖ കമ്പനിയായ മഹീന്ദ്ര ഗ്രൂപ്പിലേക്കുള്ള ഫ്രഷർ ഹയറിംഗ്, ഇങ്ങനെ വിവിധ ഹയറിങ്ങുകൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കണ്ണൂർ എയർപോർട്ടിലെ അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ തൊഴിലവസരങ്ങൾ തേടാം. വാട്സാപ്പ് ചാനലിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫോൺ നമ്പറൊന്നും മറ്റാർക്കും ദൃശ്യമാകത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇനി ബാങ്ക് ഹയറിങ്ങും അല്ലെ ആമസോണിലെ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ജോബ്സും ഒക്കെ സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കേരളത്തിൽ ലഭ്യമായിരിക്കുന്ന 2 ബൾക്ക് ഹയറിങ്ങിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ സിൽക്കിന്റെ ഒക്കെ ഗ്രൂപ്പിൽ നിന്നുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് വടക്കാഞ്ചേരിയിലെ അവരുടെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമിലേക്ക് 100ഓളം ഒഴിവുകളിലേക്ക് ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റോർ മാനേജർ, അതേപോലെ അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ, സെയിൽസ് അസോസിയേറ്റ്, കാഷ്യർ, ലോജിസ്റ്റിക്സ് അസിസ്റ്റന്റ്, ഫ്ലോർ സൂപ്പർവൈസർ, ഡ്രൈവർ, ഇങ്ങനെയൊക്കെയുള്ള തസ്തികകളിലേക്കാണ് 100ഓളം പേരെ ഹയർ ചെയ്യുന്നത്. അതിൻ്റെ ഏജ് മാക്സിമം 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഇനി അടുത്തൊരു അവസരം കൊച്ചിയിലുള്ള സ്മെക് ലാബ്സ്, SMEC ലാബ്സ്. ഇവർ മെറൈന്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇലക്ട്രിക്കൽ, ഓട്ടോമേഷൻ, ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവർ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പലതും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കുള്ള ഹയറിംഗ് ആണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്കൊരു കാര്യം കാണാനായിട്ട് സാധിക്കും. ഡിഗ്രി, ഡിപ്ലോമ, എൻജിനീയേഴ്സ് ഏതാണ്ട് 50 പേരെ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ സ്മെക് ലാബിൽ അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ധനലക്ഷ്മി ബാങ്ക് നമ്മുടെ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ഒരു പ്രമുഖ ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക്. ഇവർ 2 തസ്തികയിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂനിയർ ഓഫീസേഴ്സ്, അതേപോലെ അസിസ്റ്റന്റ് മാനേജേഴ്സ്, ഓൾ ഇന്ത്യ ബേസിസിൽ അവസരങ്ങളുണ്ട്. ധനലക്ഷ്മി ബാങ്ക് ഏതാണ്ട് ഒരു നൂറ്റാണ്ട്, ഏകദേശം 97 വർഷം പഴക്കമുള്ള ഒരു ബാങ്കാണ്. ഈ ജൂനിയർ ഓഫീസർ ഓൾ ഇന്ത്യ ബേസിൽ അവസരങ്ങളുണ്ട്. ജൂനിയർ ഓഫീസർ തസ്തികയിലേക്ക് 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അവർക്ക് ഈ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർച്ച് 31-ാം തീയതി പ്രകാരമായിരിക്കും. ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും, GST ഉൾപ്പെടെ 708 രൂപയായിരിക്കും. ആർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ജൂനിയർ ഓഫീസർ തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞ് 60% മാർക്ക് നേടിയിരിക്കണം. CGP ആണെങ്കിൽ മിനിമം 6 എങ്കിലും നേടിയവർക്ക് അപേക്ഷിക്കാം. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്കാണെങ്കിൽ PG കഴിഞ്ഞവർക്കാണ് ഏതെങ്കിലും വിഷയത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി 60% മാർക്ക് അല്ലെങ്കിൽ 6 CGPA കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഒരു എക്സാമിലൂടെ ആയിരിക്കും ഇവർ സെലക്ഷൻ നടത്തുക. എക്സാം ഏതാണ്ട് 2 മണിക്കൂറിൻ്റെ ഒരു എക്സാം ആയിരിക്കും. കേരളത്തിൽ നമ്മുടെ കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം ഒക്കെ ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ഇതിനെങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ജൂലൈ 12-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീ ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇനി ഞാൻ ഇതിൻ്റെ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ കേരളത്തിലൊക്കെ വിവിധ ലൊക്കേഷനുകളിൽ ടെസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 2 മണിക്കൂർ 120 മിനിറ്റിൻ്റെ ഒരു ടെസ്റ്റാണ്. ഇത്രയും മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്. ഇതിൻ്റെ ബേസിസിലായിരിക്കും സെലക്ഷൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. നമുക്ക് മഹീന്ദ്ര ഗ്രൂപ്പിലേക്കുള്ള ഒരു ഹയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. 450ഓളം ഒഴിവുകളിലേക്കാണ് ഈ ഹയറിങ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. മഹീന്ദ്ര ഗ്രൂപ്പ് നാം അറിയുന്ന പോലെ ഇന്ത്യയിൽ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഏതാണ്ട് 100 രാജ്യങ്ങളിലായി 2,60,000 പേര് വർക്ക് ചെയ്യുന്ന വലിയ കമ്പനിയാണ്. വിവിധ മേഖലകളിൽ അഗ്രികൾച്ചർ ഉണ്ട്,
റിന്യൂവബിൾ എനർജി ഉണ്ട്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, ഓട്ടോമൊബൈൽ, അങ്ങനെ വിവിധ മേഖല പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ഇവിടെ 3 തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ഉണ്ട്, GET, അതേപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ഉണ്ട്, PGET, അതുപോലെ ഗ്രാജുവേറ്റ് അഗ്രികൾച്ചർ ട്രെയിനി ഉണ്ട്. ഈ 3 തസ്തികയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഈ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ആകുമ്പോൾ നമുക്കറിയാം BTech ഒക്കെ കഴിഞ്ഞവരെ, അത് വിവിധ ബ്രാഞ്ചുകളിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ MTech ഒക്കെ ആയിരിക്കും ഇതിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് വരിക. പിന്നെ അഗ്രികൾച്ചറൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്ക് ഓൾ ഇന്ത്യ ബേസിസിൽ അവസരങ്ങളുണ്ട്. എൻ്റെ എലിജിബിലിറ്റി കൃത്യമായിട്ട് സൂചിപ്പിക്കാൻ മുമ്പായിട്ട് എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഇതിൻ്റെ അടിയിൽ ഒരു ഓൺലൈൻ ഫോം ഉണ്ട്. ഈ ഫോം ഫില്ല് ചെയ്ത് വേണം അപേക്ഷിക്കാനായിട്ട്. അപ്പോൾ അപേക്ഷിക്കുന്നവരിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർ, അതായത് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് ഇവരൊരു അസസ്മെന്റ് നൽകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓൺലൈനിലൂടെ ആ അസസ്മെന്റ് എടുക്കാം. അതിൽ ക്ലിയർ ചെയ്യുന്നവർക്ക് പിന്നെ വെർച്വൽ ഇന്റർവ്യൂലൂടെ ആയിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുക. ഇതിൻ്റെ കൃത്യമായിട്ട് എലിജിബിലിറ്റിയും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവരുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ 450 ഓപ്പൺ പൊസിഷന് ഇതിൻ്റെ എലിജിബിലിറ്റി ഇവിടെ കാണാൻ സാധിക്കും. BTech ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിക്ക് BTechകാർക്കും അതേപോലെ ME MTechകാർക്കും ആയിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഫ്രഷേഴ്സിനായിരിക്കും 2025 പാസ് ഔട്ട് ആകുന്നവർക്കായിരിക്കും ഇതിൽ പങ്കെടുക്കാനായിട്ട് കഴിയുക. 60% മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. നമുക്ക് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഹയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ജൂനിയർ ഓപ്പറേറ്റർ ഫയർ ഈ ഒരു തസ്തികയിലേക്കാണ് ഹയറിങ് നടക്കുന്നത്. 18 ഒഴിവുകളാണ് ഉള്ളത്. ആർക്കായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? 12th പാസ് വിത്ത് 50% മിനിമം 50% മാർക്കുള്ള 12ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്നാൽ വേറൊരു കാര്യം കൂടി ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ എന്ന നിലയിൽ ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് ICAO സർട്ടിഫിക്കറ്റ് നേടിയവർ, ആ ഒരു സിലബസിൽ എയർപോർട്ട് ഫയർ ഫൈറ്റിംഗ് പഠിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. വാലിഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഭാവിയിൽ ഹെവി മോട്ടോർ ലൈസൻസും കൂടി എടുക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ വേണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓർക്കുക, ഈ ഒരു അവസരം ഇതിന് 25,000 രൂപ പെർ മന്താണ് ശമ്പളമുള്ളത്. ഏജ് ലിമിറ്റൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. 24 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഓർക്കുക, 12ാം ക്ലാസ് കഴിഞ്ഞ് ഈ ഒരു സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ആമസോണിലെ വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന അവസരങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ആമസോൺ നമുക്കറിയാം ലോകത്തെ തന്നെ ഒരു ഏറ്റവും വലിയ കസ്റ്റമർ സെൻട്രിക് കമ്പനികളിലൊന്നാണ്. ഇത് വർക്ക് ഫ്രം ഹോം ആയിട്ടാണ്, വെർച്വൽ ആയിട്ടാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലാണ് ഈ ഒരു അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. കാറ്റലോഗ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കാണ് ഹയറിങ് നടക്കുന്നത്. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലേക്ക് വരാൻ മുമ്പായിട്ട് ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയുള്ള, സ്പീക്ക്, റൈറ്റ് ആൻഡ് റീഡ് ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന, അതേപോലെ തന്നെ MS ഓഫീസ് അറിയാവുന്ന, പ്രത്യേകിച്ച് എക്സലൊക്കെ നന്നായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നോളജ് ഓഫ് എക്സൽ അറ്റ് അഡ്വാൻസ് ലെവലൊക്കെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം ഡിഗ്രിയുള്ള, ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന, MS ഓഫീസ് പ്രത്യേകിച്ച് MS എക്സലൊക്കെ നന്നായിട്ട് അറിയാവുന്നവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ജോലിയുടെ സ്വഭാവമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ട സ്കില്ല് ഞാൻ പറഞ്ഞില്ലേ, MS എക്സൽ നന്നായിട്ട് അറിയണം, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അറിയണം, ബിസിനസ് കമ്മ്യൂണിക്കേഷനൊക്കെ ബേസിക്സ് ആയിട്ട് അറിയണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇവരെ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിനൊക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തയ്യാറുള്ള വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറൊക്കെ കാണേണ്ട വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാൻ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ഒരു അവസരം ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ റിക്രൂട്ട്മെൻറ്റിലൊക്കെ സൗജന്യമാണ്. എന്നാൽ ധനലക്ഷ്മി ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എന്നുള്ള കാര്യം അറിയുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. അതേപോലെ ഈ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കുകൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ വാട്സാപ്പ് ചാനലിൽ സൗജന്യമായിട്ട് ജോയിൻ ചെയ്യുവാൻ അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.